നമ്മളിപ്പോൾ നമ്മളെ ഫോണിലൊരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം അധികം ആൾക്കാരും വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ക്യാമറ വെച്ചിട്ടൊന്നുമല്ല ഫോണിലാണ്. പിന്നെ ചെറിയ ചെറിയ യൂട്യൂബേഴ്സ് അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിലൊക്കെ ഫോണിൽ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യും. അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടൊക്കെ ഷൂട്ട് ചെയ്യുന്നതിന് വല്ലാത്തൊരു കൂലുക്കായിരിക്കും അല്ലേ? നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യലുണ്ടോ? ഷൂട്ട് ചെയ്യുന്ന വീഡിയോന് കുലുക്കം ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അപ്പോൾ ഇപ്പം വരുന്ന പുതിയ അടിപൊളി ഫോണിലൊക്കെ നല്ല മുന്തിയ വിലൻ്റെ ഫോണിലൊക്കെ ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അതിൽ കൂടെ എടുത്താൽ അധികം കുലുക്കമൊന്നും ഉണ്ടാകില്ല. പിന്നെ കുലുക്കമില്ലാണ്ട് വീഡിയോ എടുക്കുക, സ്മൂത്തായിട്ട് വീഡിയോ എടുക്കുക, നമുക്ക് ഗിംബലൊക്കെ വാങ്ങാനുണ്ട്. എല്ലാവർക്കും ഇതൊക്കെ വലിയ മുന്തിയ ഫോണും പിന്നെ ഗിംബലും ഒക്കെ വാങ്ങാനാവുമോ? അതൊന്നുമില്ല. നമ്മളിപ്പോൾ തോലിക്കും വേണ്ടേ ഇപ്പോൾ ഷെയ്ക്കില്ലാണ്ട് കുലുക്കമില്ലാണ്ട് വീഡിയോ എടുക്കുക. അത് സാധാ ഫോണുണ്ടല്ലോ നിങ്ങളിൽ, അത് മതി. ആ ഫോണിൽ കൂടെ നമുക്ക് കുലുക്കമില്ലാണ്ട് സ്മൂത്തായിട്ടുള്ള വീഡിയോ എടുക്കാം. അതെങ്ങനെ നമുക്ക് അതൊന്ന് ക്ലിയർ ആയിട്ട് നോക്കാം. നിങ്ങൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാം. ഇതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോൻ്റെ താഴെ ഉണ്ടോ എന്നൊക്കെ ഒരു ചോന്ന സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളത് അതുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഞെക്കിയിട്ട് ഒപ്പരമുള്ള ബെല്ല് ഞെക്കി ഓൾ എന്നുള്ളത് ഞെക്കി കഴിഞ്ഞാൽ ഇതുപോലത്തെ ലൊട്ടിലോട്ട് ടിപ്സ് ടെക്നിക്കുകൾ നല്ല യൂസ്ഫുള്ളായിട്ട് ആപ്ലിക്കേഷനൊക്കെ ചാനലിൽ കൂടെ വരും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം നിങ്ങളെ ഫോണിൽ ഏത് ഫോണായാലും അതിൽ ഫോട്ടോസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാവും. ഗൂഗിളിൻ്റെ ഫോട്ടോസ് ഇതാ ഒരു കാണുന്നുണ്ടോ, ഒരു പൂ പോലത്തെ ഒരു ചിത്രം. അത് ഞെക്കിയാൽ, അത് ഓപ്പൺ ചെയ്താൽ അതിലുണ്ടാവും നിങ്ങൾ ഷൂട്ട് ചെയ്ത വീഡിയോ. ഞാനിപ്പോൾ ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ഷൂട്ട് ചെയ്തിക്ക് അതൊന്ന് ഓപ്പൺ ആക്കാം. ഇതാ വീഡിയോ. ഇതിൻ്റെ ഒരു കുലുക്കം നോക്കുങ്ങൾ, ഭയങ്കര കുലുക്കല്ലേ. ഇനി ഇതെന്ത് ചെയ്യുക? ഇവിടെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു സെറ്റിങ്സിൻ്റെ ഇത് കാണും, താഴെ നടുക്ക്. അതൊന്ന് ഞെക്കിയാൽ ഇവിടെ കാര്യമായിട്ടൊന്നും കാണില്ല. ഒരു സ്റ്റെബിലൈസ്, ഒരു റൊട്ടേറ്റ്, രണ്ട് ഓപ്ഷനാണ് കാണും. ഈ സ്റ്റെബിലൈസിൽ ഒന്ന് ഞെക്കി കൊടുക്കുക. സ്റ്റെബിലൈസിൽ ഞെക്കി കൊടുത്താൽ ഇതൊന്ന് സ്റ്റെബിലൈസ് ആകുന്ന ചെറിയൊരു സമയം വെയിറ്റ് ചെയ്യുക. വലിയ വീഡിയോ ഉണ്ടെങ്കിൽ കുറച്ചധികം സമയം എടുക്കും, ചെറിയ വീഡിയോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയും. സ്റ്റെബിലൈസ് ആയി കഴിഞ്ഞത് ഇനി ഇതൊന്ന് കണ്ടുനോക്കാം. ഉണ്ടോ എന്താ അതിൻ്റെ സ്മൂത്ത്? ഇത് രണ്ടും കൂടി ഒരേ സ്ക്രീനിൽ വന്നാൽ ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇതിൻ്റെ ആദ്യം എടുത്ത ഷൂട്ട് ചെയ്ത വീഡിയോ, സ്റ്റെബിലൈസ് ചെയ്ത വീഡിയോ വേറെ തന്നെ എങ്ങനെ കാണിച്ചു തരാം. കണ്ടോ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇത് ശരിക്കുള്ള വ്യത്യാസം തരുന്നില്ലേ? അപ്പോൾ ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് വീഡിയോ സ്റ്റെബിലൈസ് ചെയ്ത് സ്മൂത്തായിട്ടുള്ള വീഡിയോ നമുക്ക് ഫോണിൽ നിന്ന് തന്നെ എടുക്കുക, ഇത് സാധാ ഫോണൊന്നും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ സേവ് കോപ്പി എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റെബിലൈസ് ചെയ്ത കോപ്പി ഫോണിൽ സേവ് ആവും. അത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഷെയർ ചെയ്യുക, അങ്ങനെ ഉപയോഗിക്കാം. വളരെ സിമ്പിളായിട്ടുള്ള അടിപൊളി ഒരു ടിപ്സ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കണ്ട. പിന്നെ നിങ്ങളുടെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.